വളരെ ജനകീയമായ ഒരു നേതാവ്, ഏത് വീട്ടിലേക്ക് ഏത് നേരത്തും കയറി ചെല്ലാവുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ്. ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നത് CPIഎമ്മിൽ നിന്നും കോൺഗ്രസ് ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു, ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ വരാൻ കാരണം? ഈ ഐഷ പോറ്റി എന്ന വ്യക്തി ഇത്രയും നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഒരു വാല്യൂ കൽപ്പിച്ചില്ല. അവരെല്ലാം പറയുന്നത് 3 തവണ MLA ആക്കിയതാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിചാരിച്ചാലും ആക്കാൻ പറ്റത്തില്ല, അത് ജനങ്ങൾ വിചാരിച്ചാലേ ആക്കാൻ പറ്റൂ. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതിൽ ഒരു കാര്യമില്ല. എത്രയോ പേര് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകുന്നു. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കേണ്ടിടത്തല്ലാതെ അടിമയെ പോലെ പറയുന്ന കേട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ബാലകൃഷ്ണപിള്ള മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ഇലക്ഷൻ ഒരു തോൽവി എന്ന് പറഞ്ഞത്. കാരണം അവിടുത്തെ കിരീടം വയ്ക്കാത്ത രാജാവായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്താണ് 12,000-ലധികം വോട്ടുകൾ നേടിയിട്ട് മാം അവിടെ അധികാരത്തിൽ വരുന്നത്. പാർട്ടി ഇല്ലെങ്കിലും മാമിന് അവിടെ ജയിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം അത് 100% മാമിൻ്റെ കയ്യിലുണ്ടോ? പ്രശ്നം പേടിയാണ് എല്ലാവർക്കും. അടി കൊള്ളുമോ, വീടിന് കല്ലെറിയുമോ, പോകുന്ന വഴിക്ക് വെട്ടിക്കൊല്ലുമോ, ഇന്നോവ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കാണുമായിരിക്കും. അതുകൊണ്ടാണ് പലരും മിണ്ടാതിരിക്കുന്നത്. ആ പേടി ഇപ്പോഴും എല്ലാവരുടെ ഉള്ളിലുണ്ടോ അങ്ങനെ ഒരു പേടി? ഇപ്പം തന്നെയല്ലേ കുഞ്ഞിക്കണ്ണൻ്റെ വീട്ടിലേക്ക് പടക്കം എറിഞ്ഞ് കണ്ടില്ലേ, ഒരു ബൈക്ക് ചീത്തയായില്ലേ? അങ്ങനെ ഒരു പേടി മാഡത്തിനുണ്ടോ? എനിക്കൊരു പേടിയില്ല. പൊതുജനങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന്, എനിക്കും അറിയാം. അതാണ് അതിൻ്റെ സത്യം.